ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. സാരിയിലൊക്കെ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്റ്റോൺ പോലത്തെ സ്റ്റോൺ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ്. ചട്ടയിലേക്ക് ക്ലോത്ത് അടിച്ചു കൊടുത്തേക്കാണ് ചെയ്തേക്കണത്. കോട്ടൺ സിൽക്ക് പോലെ കുറച്ച് ഷൈനി ആയിട്ടുള്ള ക്ലോത്താണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പ്ലെയിൻ ക്ലോത്താണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ചട്ടയിലേക്കാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അടിയിൽ ബീഡ് വർക്കും ചെയ്തിട്ടുണ്ട്. മാക്സിമം വലിപ്പം എടുത്തിട്ടുണ്ട് ചട്ടയ്ക്ക്. നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പം എടുത്താൽ മതി. മെഷീനിൽ വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് ചട്ട വെച്ച് ക്ലോത്ത്. ബാക്ക് സൈഡും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വട്ടക്കണ്ണി അടിയിൽ വെച്ചിട്ട് അതിലേക്കാണ് കോർത്ത് കൊടുത്തിട്ടുള്ളത്. സൂചി നൂല് ഉപയോഗിച്ച് തുന്നി വെച്ചിട്ടുള്ളതാണ്. മാല ഉണ്ടാക്കുന്നത് പോലെ സൂചി നൂലിലേക്കും കോർത്ത് കൊടുക്കണം. കമ്പിയിലൊന്നും കോർത്ത് കഴിഞ്ഞാൽ അത് ശരിക്ക് കിടക്കില്ല. അതുകൊണ്ട് നന്നായിട്ട് നൂലിൽ തന്നെ കോർക്കണം, നല്ല ബലമുള്ള നൂലിൽ. നമ്മൾ ത്രെഡ് സെയിം കളർ ത്രെഡ് ഇട്ട് തന്നെ അടിക്കണം. സെയിം കളർ ത്രെഡ് കിട്ടിയില്ലെങ്കിൽ ജെൽ പെൻ ഉപയോഗിച്ച് ആ നൂലിൻ്റെ കളറ് മാറ്റി കൊടുത്താൽ മതി. ഇവിടെ അങ്ങനെയാണ് ചെയ്തേക്കണേ. വൈറ്റ് കളർ ത്രെഡ് ഇട്ട് അടിച്ചിട്ട് ജെൽ പെൻ ഉപയോഗിച്ച് ആ വൈറ്റ് കളറ് മാച്ച് കളഞ്ഞ് റെഡ് കളറാക്കി മാറ്റാൻ നമുക്ക്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചട്ടയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ലൈറ്റ് വെയിറ്റ് ആണ് കമ്മലും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കോട്ടൺ സിൽക്ക് പോലത്തെ ക്ലോത്ത് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല കളറും ഉണ്ടാവും. പട്ട് സാരിക്കൊക്കെ ഏറ്റവും യോജിപ്പ് കോട്ടൺ സിൽക്കിൽ ചെയ്യണതാണ്. നല്ലോണം ഒതുക്കത്തിൽ കിടക്കുകയും ചെയ്യും.